ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ ആങ്ങളയുടെ കട വരെ പോവാണ്. അൽഫാന വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രാവശ്യമെങ്കിലും കടയിൽ പോയില്ലെങ്കിൽ അവൾക്ക് ഉറക്കം വരികയില്ല കേട്ടോ. അപ്പോൾ ഇവിടുന്ന് പോകുമ്പം പറയും ഒന്നും ഞാൻ വാങ്ങിക്കുന്നില്ല, ചുമ്മാ കട വരെ പോയിട്ട് വരാമെന്ന് പറയും. അവിടെ ചെന്ന് കഴിയുമ്പോൾ പറയും നോട്ട് ബുക്ക് വേണം, പേന തൊട്ട് ഫേസ് വാഷ്, അങ്ങനെ അങ്ങേയറ്റം അവൾക്ക് പേഞ്ചിപ്പ് വരെ ഒരു 50 വട്ടം വാങ്ങിച്ചുകൊണ്ട് വരും. അങ്ങനെയാണ്. അപ്പോൾ എല്ലാം തപ്പാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് അണ്ണച്ചി പർച്ചേസിങ്ങിന് പോയേക്കുമായിരുന്നു. അപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന സാധനങ്ങൾക്ക് ബില്ലിടലും പറക്കലുമാണ്. അപ്പോൾ അൽഫാന കയറി അൽഫാനക്ക് എന്നതാണ് എടുക്കാനുള്ളതെന്ന് ഇങ്ങനെ ഓരോന്ന് തപ്പിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഈ ഇരിക്കുന്നതൊക്കെ ഡൈയ്, പിന്നെ ഇത് ഫേസ് വാഷ്, പിന്നെ ബ്ലീച്ച്, പിന്നെ വേറെ എന്നാ ഫേഷ്യലിൻ്റെത്, അങ്ങനെയുള്ള കുറേ കാര്യം. എനിക്കിതൊന്നും എല്ലാമെന്നും അറിയത്തില്ല. ഇതെല്ലാം പൗഡറിൻ്റെ ഒരു സെറ്റാണ്. ഇത് അതേപോലെ ഫേസ് വാഷിൻ്റെ ആണ്. പിന്നെ ഇത് ഫേസ് ക്രീം, പിന്നെ കുട്ടികൾക്കുള്ള വളകൾ, പൗഡറുകൾ, എന്തൊക്കെ ഐറ്റം എന്നൊക്കെ പിള്ളേർക്കൊക്കെ അറിയത്തുള്ളൂ. അവരൊക്കെ സ്ഥിരം ഇത് ഉപയോഗിക്കുന്നതും പോയി തപ്പുന്നതും പറക്കുന്നതും ഒക്കെ. അപ്പോൾ ഞാനിതൊന്ന് നിങ്ങളെ ഒന്ന് ഓടിച്ച് ഈ വീഡിയോ ഒന്ന് കാണിക്കാം കേട്ടോ. പിന്നെ ഈ കടയുടെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ അകത്ത് കയറി നമ്മളിപ്പം ഏറ്റവും ഫേമസ് ആയ ഒരു കടയുണ്ട് ഇവിടെ, പുൽപ്പേൽ എന്ന് പറഞ്ഞാൽ. അതെല്ലാം ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം കേട്ടോ. കാഞ്ഞിരപ്പള്ളി പുൽപ്പേൽ എന്ന് പറഞ്ഞാൽ അറിയത്തില്ലാത്ത ആൾക്കാർ ആരുമില്ല. ആ കടയിൽ പോയി നമ്മൾ തുണികൾ എടുത്തിട്ട് വന്നാൽ നമ്മൾ വെളിയിലോട്ട് വരുമ്പം ആദ്യം കാണുന്നൊരു കടയാണ് ഹാപ്പി സെൻറ്റർ എന്ന് പറയുന്ന ഈ കട. ഇതിൻ്റെ അകത്ത് കയറിയിട്ടുള്ള ഒരു സാധനം പോലും ഇല്ലാതിരിക്കുക, എല്ലാം ആദ്യം മുതൽ അവസാനം വരെയുള്ള നമുക്ക് ലേഡീസുകൾക്ക് വേണ്ടിയുള്ള കംപ്ലീറ്റ് സാധനങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ അതായത് പിന്നെ ഇനിയിപ്പോൾ നമ്മൾ തയ്ക്കാനുള്ള എന്തെങ്കിലും ആൾട്രേഷനൊക്കെ ഉള്ളെന്നുണ്ടെന്നുണ്ടെങ്കിൽ നൂല്, ലേസ്, ലൈനിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഞാൻ ചുമ്മാ ഒന്ന് ഈ പൊട്ടൊക്കെ ഒന്ന് എടുത്ത് നോക്കിയതാട്ടോ. അങ്ങനെയുള്ള എല്ലാം അതേപോലെ തന്നെ വിലക്കുറവുമാണ്. അപ്പോൾ ഇതെല്ലാം ബോംബെ, കൽക്കട്ട, പിന്നെ ബാംഗ്ലൂർ, മദ്രാസ്, കോഴിക്കോട്, അങ്ങനെയുള്ള പർച്ചേസിങ്ങുമാണ് കേട്ടോ. അപ്പോൾ കൂടുതലും ബോംബെ ഐറ്റങ്ങളൊക്കെയാണ്. പിന്നെ അതേപോലെ ഏറ്റവും പുതിയ ഡിസൈന്, വളയുടെയൊക്കെ ഡിസൈൻ വരുന്നത്, അതേപോലെ കമ്മലിൻ്റെത് ഒത്തിരി. എനിക്കത് കംപ്ലീറ്റ് എടുക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഓടിച്ച് ഞാൻ ഇവിടുന്നേ. ഇതൊക്കെ കമ്മലിൻ്റെ ഐറ്റമാണ് കേട്ടോ. പല ചെറിയ ഈ സ്റ്റഡുകൾ പിള്ളേർ ഉപയോഗിക്കുകയല്ലേ, അതിൻ്റെ എല്ലാ ഐറ്റങ്ങളും, എല്ലാ കളറുകൾ, പുതിയ പുതിയ ഡിസൈനുകൾ എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ വേറെന്താ പ്രത്യേകതയെന്ന് ചോദിച്ചാൽ, നമ്മൾ കുട്ടികളെ ഒരു ഹോസ്റ്റലിലേക്ക് വിടുവാണെന്നുണ്ടെങ്കിൽ ആ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ഫുൾ സെറ്റിംഗ് ഇവിടെ ഉണ്ട്, ബെഡ് സഹിതം എല്ലാം. ഹോസ്റ്റൽ ബെഡുകൾ, കുഞ്ഞുങ്ങൾക്ക് അവിടെ ഹോസ്റ്റലിലേക്ക് നമ്മൾ എന്തെല്ലാം കൊടുത്തു വിടണോ അത്രയും സാധനങ്ങളും ഈ ഈ കടയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഏറ്റവും ഒരു സ്കൂൾ സീസണിൽ, കോളേജിൻ്റെ അഡ്മിഷൻ്റെ സമയങ്ങളിലൊക്കെ നല്ല തിരക്കായിരിക്കും. ഈ വീഡിയോ ഞങ്ങൾ എടുക്കുന്നത് ഞായറാഴ്ചയാണ്. അപ്പോൾ കട ഓഫാണ്. അപ്പോൾ ആ സമയത്ത് അണ്ണച്ചി ചുമ്മാ ഇങ്ങനെ തുറന്ന് വെക്കുന്ന സമയത്ത്, അതായത് നമുക്ക് പുതിയ സാധനങ്ങൾ കൊണ്ടുവരികയല്ലോ, ആ കൊണ്ടുവരുന്ന സാധനങ്ങൾക്ക് ബില്ലിടാനൊക്കെയാണ് കട ഞായറാഴ്ച തുറന്ന് തന്നെ വെക്കും. അപ്പം പിന്നെ ചെറിയ കച്ചവടം അല്ല, നല്ല കച്ചവടം ഉണ്ടാകും. അപ്പോൾ അണ്ണച്ചി ഉച്ച വരെ ഇത് കാണുള്ളൂ. ഇതെല്ലാം ആ ഹോസ്റ്റൽ പിള്ളേർക്ക് വേണ്ടിയുള്ള ഒരു സെക്ഷനാണ്. പിന്നെ ഇത് കണ്ടോ, ഹാർഡ് ബോക്സ്, ഇതെല്ലാം നല്ല വിലക്കുറവാണ് കേട്ടോ. ഇതെല്ലാം ബോംബെ ഐറ്റങ്ങളാണ്. പിന്നെ ലൈനിങ്, പിന്നെ ഈ സെക്ഷന് നൂലിൻ്റെ ലേസ്, പിന്നെ സൂചി, അങ്ങനെയുള്ള നമ്മൾ ഡിസൈനായിട്ട് നമ്മൾ ഹാർഡ് വർക്ക്, ഹാൻഡ് വർക്ക് അങ്ങനെയൊക്കെ ഉള്ളതില്ല. അപ്പം അതൊക്കെയാണ് ഈ ഇരിക്കുന്ന സെക്ഷനുകൾ. അതിൻ്റെ താഴെ ഗ്ലാസ് ഇട്ടെടുത്തെല്ലാം കുറേ ഉണ്ട്, അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അവിടെ ലേഡീസുകൾ വന്നിട്ടുണ്ടായിരുന്നു എടുക്കാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അവരെ വീഡിയോയിൽ ഉൾപ്പെടുത്തണ്ടല്ലോ എന്ന് ഓർത്ത് ഞാനതുകൊണ്ട് കട്ട് ചെയ്താണ് എടുത്തത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചേച്ചി വന്നതാണ്. അതിൻ്റെ മോൻ്റെ ഷർട്ടിൻ്റെ സ്കൂൾ യൂണിഫത്തിൻ്റെ ബട്ടൺസ്
പോയിരുന്നു. അപ്പോൾ അതിൻ്റെ മാച്ചായിട്ടുള്ള ബട്ടൺസ് ഫുള്ളായിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ഉണ്ടായിരുന്നു, നമ്മളത് കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ യൂണിഫോം ഐറ്റങ്ങൾ അങ്ങനെയുള്ള എല്ലാത്തിനും ഈ കടയിൽ ആൾക്കാർ വരുന്നത്. പിന്നെ ഇത് കത്രികയാണ് ആ സെക്ഷനിൽ. പിന്നെ കൊണ്ടുവന്ന് നമ്മൾ സാധനങ്ങൾ പാക്ക് ചെയ്ത് പൊട്ടിച്ചിട്ടില്ലെങ്കിൽ അതൊക്കെ ബില്ല് ഇടാനുള്ള സാധനങ്ങളൊക്കെയാണ്. ഇത് പിന്നെ നമ്മൾ പ്രസൻറ്റേഷൻ കൊടുക്കുന്നതാണ് ഒരു സെക്ഷൻ അപ്പുറത്ത്. അത് ഞാൻ നല്ലോണം കാണിച്ചില്ല. ഇത് പിന്നെ മൊത്തം ക്ലിപ്പ് ഐറ്റങ്ങളാണ്. എല്ലാ സൈസും എന്തെല്ലാം മോഡലുകളുണ്ടോ, ക്യാച്ച് ക്ലിപ്പ് മുതൽ നമ്മൾ അതേപോലെ മഫ്ത ഒക്കെ ചുറ്റി കെട്ടുമ്പോൾ ഉള്ള ആ ക്ലിപ്പുകളില്ല, അതുണ്ട്. ഇതെല്ലാം നമ്മൾ ഈ പ്രസൻറ്റേഷൻ്റെ പേപ്പറുകളാണ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ആളുകൾ വന്നതുകൊണ്ട് വീഡിയോ ഞാൻ ഇങ്ങോട്ട് മാത്രമായിട്ട് ഇങ്ങനെ എടുക്കുവാണ്. ഫ്രണ്ട് ഭാഗത്തൊക്കെ തിരക്കാണ്. ഈ ഇരിക്കുന്ന ഐറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ സ്കൂളിൽ കൊണ്ടുവന്ന ബോക്സ് ഐറ്റങ്ങളാണ് ഈ ഇരിക്കുന്നത് ഫുള്ള്. അവൾ ഓരോന്ന് നമുക്ക് ഇത് പിന്നെ അതെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ബോക്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് നടരാജന്, ക്യാമല്, പിന്നെ വേറെ എനിക്ക് പേര് ഓർമ്മയില്ല കേട്ടോ. ഇപ്പം കുഞ്ഞു പിള്ളേരെ പല സന്തോഷിപ്പിക്കുന്ന സ്കൂളിലൊക്കെ ആദ്യമായിട്ട് പോകുന്ന പിള്ളേർക്ക് പല ഡിസൈന്. കഴിഞ്ഞ ദിവസമാണെങ്കിലും റബ്ബർ ആണെങ്കിലും എന്തൊക്കെയോ മോഡലിലുണ്ട്. ഞാൻ ഒരു ദിവസം കാണിക്കാവേ റബ്ബർ ഏതെല്ലാം സൈസിലുണ്ടെന്നുള്ളത്. നമ്മൾ വായിക്കുന്ന റബ്ബർ പണ്ട് ക്യാമലിൻ്റെ ഒരു റബ്ബർ വെള്ള കാണും, പിന്നെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരെണ്ണം കാണും. ഇതിരിക്കുന്നതെല്ലാം കപ്പുകളാണ്. അതിൽ നമ്മൾ ബർത്ത്ഡേക്ക് കൊടുക്കുന്ന കപ്പ്, പേരെഴുതി കൊടുക്കുന്ന സൈസ് അതെല്ലാം ഉണ്ട് ഇവിടെ കേട്ടോ. പിന്നെ ഇതങ്ങോട്ട് ഇരിക്കുന്ന ബ്രഷുകൾ, പിന്നെ ഇത് നമ്മുടെ കുഞ്ഞു പിള്ളേരുടെ തലയിൽ കിട്ടുന്ന ക്ലിപ്പുകൾ. ഇത് ലോഷൻ. അതിമനോഹരവും ഏറ്റവും വിലക്കുറവിലും ഒരുപാട് സാധനങ്ങളുമുള്ള ഏറ്റവും ഒരു നല്ല കടയാണ് ഹാപ്പി സെൻറ്റർ. ഇത് ലോഷന്, പിന്നെ ഹാൻഡ് വാഷ്, അങ്ങനെയുള്ള കുറേ ഐറ്റങ്ങളാണ് ഇരിക്കുന്നത്. നമ്മൾ പശ, ഇത് ഫ്ലാസ്ക്, അയൺ ബോക്സ്, പിന്നെ ചൂല ഐറ്റങ്ങൾ, തൂക്കുന്ന തുടയ്ക്കുന്ന അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ ഇത് വാട്ടർ ബോട്ടിൽ. വാട്ടർ ബോട്ടിൽ തന്നെ ഇപ്പോൾ പുതിയതായിട്ട് ഒരു ഐറ്റം ഇറങ്ങിയിട്ടുണ്ട്. അത് എനിക്ക് കാണിക്കാൻ പറ്റില്ല, അവിടെ ആൾക്കാരുള്ളതുകൊണ്ട് പറ്റുന്നില്ല. പിന്നെ ബുക്സ്. അപ്പം നിങ്ങൾ കണ്ടല്ലോ ഈ വീഡിയോ. ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി ഹാപ്പി സെൻറ്റർ എന്നാണ് ബസ് സ്റ്റാൻഡിന്, അതേപോലെ പുൽപ്പേടയും ബസ് സ്റ്റാൻഡിൻ്റെയും അടുത്താണ് ഈ കട. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, അസ്സലാമു അലൈക്കും.